കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കേരളത്തിനെതിരായി കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇനിയും കേരളം കടമെടുക്കാൻ അനുവദിച്ചാൽ അത് വലിയ ഫിനാൻഷ്യൽ അടിയന്തരാവസ്ഥ, അതായത് സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് പോകും? അത്ര ഭീകരമാണോ കേരളത്തിന്റെ കടം? തീർച്ചയായിട്ടും അത് ഭീകരമായ അവസ്ഥ തന്നെയാണ്. കാരണം കഴിഞ്ഞ 2022 മുതൽ ഇങ്ങോട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്സ്, അതായത് സംസ്ഥാനങ്ങളുടെ കടവുമായി ബന്ധപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏത് റിപ്പോർട്ട് എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ കടമുള്ള സംസ്ഥാനം, അതായത് കടം GSDP റേഷ്യോ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് എല്ലായ്പ്പോഴും കേരളം. ആ കൂട്ടത്തിൽ വെസ്റ്റ് ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളും ഉണ്ട്. അപ്പൊ എന്താണ് FRBM ആക്ട് അനുശാസിക്കുന്നത്? ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് അനുശാസിക്കുന്നത് ആനുവൽ ഒരു വർഷം എടുക്കാവുന്ന കടം GSDPയുടെ 3% എന്നാണ്. അതേ സമയത്ത് സഞ്ചിത കടം എന്ന് പറയുന്നത് സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട വർഷം മുതൽ ഇതുവരെയുള്ള വർഷങ്ങളിൽ എടുത്ത കടം കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ആ സഞ്ചിത കടം GSDPയുടെ 29% താഴെ നിൽക്കണം, 29 അതിൽ താഴെയോ ആയിരിക്കണം എന്നാണ് FRBM ആക്ട് അനുശാസിക്കുന്നത്. അപ്പൊ കേരളത്തിന്റെ കടം എങ്ങനെയാണ്? ഇപ്പൊ 2018-19 മുതലുള്ള വർഷം നോക്കിയാൽ 2018-19 അത് 31% 19-20 തൊട്ടുള്ള എല്ലാ വർഷങ്ങളിലും അത് GSDPയുടെ 35% മുകളിലാണ്. 37, 38, 39% വരെ പോയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ്, അതായത് ഏറ്റവും അവസാനം വന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കട അവലോകനത്തിൽ പറയുന്നത് വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, കേരളം ഈ 3 സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ കടത്തിൽ നിൽക്കുന്നത് എന്നാണ്. പക്ഷെ ഇപ്പോ ഈ ബജറ്റോടുകൂടി, കേന്ദ്ര ബജറ്റോടുകൂടി വന്ന റിപ്പോർട്ടുകളിൽ കാണുന്നത് അരുണാചൽ പ്രദേശ്, പക്ഷെ അതൊക്കെ കൊച്ചു സംസ്ഥാനങ്ങളാണ്. അങ്ങനെയുള്ള ചില സംസ്ഥാനങ്ങൾ കൂടി ആ പട്ടികയിൽ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഉയർന്ന കടവുമായിട്ട് നിൽക്കുന്ന, അതായത് നിർമ്മല സീതാരാമൻ പറയുന്നു, സംസ്ഥാനങ്ങൾ അങ്ങനെ പരിധി വിട്ട കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ്, അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസികൾ കൊടുക്കുന്ന ക്രെഡിറ്റ് റേറ്റിംഗ്, ആ റേറ്റിംഗ് കുറയും. അവരുടെ റേറ്റിംഗ് കുറയുന്നത് പോലെ തന്നെ അതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെയും ക്രെഡിറ്റ് റേറ്റിംഗ് കുറയും. കേന്ദ്ര ഗവൺമെന്റിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ട് തന്നെ കേന്ദ്രം വഴി മാത്രമേ സംസ്ഥാനങ്ങൾക്കോ കേന്ദ്രത്തിനോ വിദേശത്ത് നിന്ന് കടമെടുക്കാവൂ. അതായത് കേന്ദ്രം വഴി കേന്ദ്രത്തിന്റെ പെർമിഷനോടുകൂടി റിസർവ് ബാങ്ക് വഴി വേണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വിദേശ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ കടമെടുക്കാനായിട്ട്. അപ്പൊ ക്രെഡിറ്റ് റേറ്റിംഗ്, അന്താരാഷ്ട്ര ക്രെഡിറ്റ് റേറ്റിംഗ് കുറയുക എന്ന് വെച്ചാൽ ഇന്ത്യ വിദേശത്ത് നിന്ന് വായ്പ എടുക്കാൻ പോകുമ്പോൾ ഉയർന്ന പലിശ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു അവസ്ഥ സംജാതമാകുന്നത് കേന്ദ്രത്തിനോ സംസ്ഥാനങ്ങൾക്കോ ഒട്ടും ഭൂഷണമല്ല. അതുകൊണ്ടാണ് ഇനിയും സംസ്ഥാനത്തെ കടമെടുക്കാൻ അനുവദിക്കരുത്. അനുവദിച്ചാൽ സംസ്ഥാനത്തിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് തന്നെ താഴും. അതിനുള്ള ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മളുടെ കയ്യിലുണ്ട്. കാരണം ക്രെഡിറ്റ് റേറ്റിംഗ് താണ സാഹചര്യങ്ങളിലൊക്കെ 9.72% പലിശയ്ക്ക് CDPQയിൽ നിന്ന് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ച് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിച്ചു. ഇവിടെ തന്നെ റിസർവ് ബാങ്ക് വഴി കടപ്പത്രം വിറ്റ് ലോൺ വായ്പ എടുത്തപ്പോഴും ക്രെഡിറ്റ് റേറ്റിംഗ് BB നെഗറ്റീവ് ആയിരുന്ന സാഹചര്യത്തില് ഗവൺമെന്റ്, അതായത് ഈ കേരള ഗവൺമെന്റിന് കൂടുതൽ പലിശ 7.5% പലിശ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിർമ്മല സീതാരാമൻ പറയുന്നത് വാസ്തവമാണ്, വാസ്തവ വിരുദ്ധമല്ല. അപ്പൊ അത്തരം ഒരു സാഹചര്യം, അത് മാത്രമല്ല നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 1990-91 എന്തുകൊണ്ടാണ് ഇന്ത്യ കടക്കണിയിലേക്ക് പോയത്? അതായത് കടത്തിന്റെ കാര്യം തീരുമാനിക്കുമ്പോൾ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ കടം, ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രത്തിന്റെ കടം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ കടം പ്ലസ് സംസ്ഥാനങ്ങളുടെ കടം കൂടിയാണ്.
സംസ്ഥാനങ്ങളുടെ മൊത്തം കടവും കേന്ദ്രത്തിന്റെ കടത്തിന്റെ ഭാഗമായിട്ടാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. അപ്പൊ അത് പരിധി വിട്ടാൽ കേന്ദ്രത്തിന്റെ മൊത്തം കടം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ കടവും അതോടൊപ്പം കേന്ദ്രത്തിന്റെ കടവും ചേർന്നാണ്. ഈ മൊത്തം കടം പരിധി വിട്ട സാഹചര്യത്തിലാണ് അന്ന് ഇന്ത്യ കടക്കെണിയിലേക്ക് പോകേണ്ടി വന്നത്. കടക്കെണിയിലേക്ക് പോകാൻ സമയത്താണ് ഇന്ത്യയുടെ കമ്മട്ടത്തിലിരുന്ന സ്വർണം, അതായത് കറൻസിക്ക് ബാക്കിംഗ് ആയിട്ട് വെച്ചിരുന്ന സ്വർണം സ്വിസ് ബാങ്കിൽ 2 വട്ടം പണയം വെക്കേണ്ടി വന്നു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ 1 പ്രാവശ്യം പണയം വെക്കേണ്ടി വന്നു. അങ്ങനെ പണയം വെച്ച് കടം എടുക്കേണ്ടി വന്ന എന്തുകൊണ്ടായിരുന്നു? നിങ്ങൾ കടക്കണിയിലേക്ക് പോകുന്നു, ഞങ്ങൾ കടം തരികയില്ല എന്ന് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതായത് മറ്റു രാജ്യങ്ങളുടെ മോണിറ്ററി സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഫോം ചെയ്ത നിധിയാണ് IMF എന്ന് പറയുന്നത്. IMFും കൈമലർത്തി, വേൾഡ് ബാങ്കും കൈമലർത്തി. ആ സാഹചര്യത്തിലാണ് ഇന്ത്യ ഈ പറയപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് സ്വിസ് ബാങ്കിൽ നിന്ന് 2 പ്രാവശ്യവും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് 1 പ്രാവശ്യവും സ്വർണം പണയം വെച്ച് കടം എടുക്കേണ്ടി വന്നത്. ആ സ്ഥിതിയിലേക്ക് ഇന്ത്യ പോകരുത്. അതായത് സംസ്ഥാനം കടക്കണിയിലേക്ക് പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് അതിനെ തടഞ്ഞു നിർത്തും. അപ്പൊ ആ തടയലിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ കടം നിഷേധിക്കൽ, അതായത് ഇനിയും കൂടുതൽ എടുക്കരുത് എന്ന് പറഞ്ഞത്. കാരണം എന്താണ്? ഈ പ്രാവശ്യത്തെ ബജറ്റിൽ തന്നെ, അതായത് 2023-24 ബജറ്റിൽ തന്നെ പറഞ്ഞിരുന്ന കടം 36.05% ഓഫ് GSDP ആയിരുന്നു. 29-ൽ നിർത്തേണ്ടതാണ്. 36.06% പിന്നെ കടം ബജറ്റിൽ തന്നെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആ സാഹചര്യത്തില് ആണ് നാം ഓർക്കേണ്ടത് കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും അഡീഷണൽ ആയിട്ട് 40,000 കോടിയോ 40,000 കോടിയുടെ ചുറ്റുവട്ടത്തില് കടം എടുത്തിരുന്നു. അപ്പോ എത്രയായിരുന്നു ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 36.06% ഓഫ് GSDP. അത് അബ്സല്യൂട്ട് ടേംസിൽ പറഞ്ഞാൽ 4,08,164 കോടിയായിരുന്നു. ആ 4,08,164 കോടി എന്ന് പറയുന്നത് GSDPയുടെ 36.06% ആയിരിക്കെ അതിന്റെ കൂടെ കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയുമുള്ള 40,000 കോടി കൂടി കൂട്ടിച്ചേർക്കുമ്പോഴോ അത് ഏകദേശം 5 ലക്ഷം കോടിക്ക് അടുത്താകും. നമ്മുടെ GSDPയുടെ എത്ര ശതമാനമാകും? 40% മുകളിൽ പോകും. അതുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത് ഇനിയും കൂടുതൽ കടം എടുക്കാൻ അനുവദിച്ചാൽ ഇങ്ങനെ വലിയ ഫിനാൻഷ്യൽ എമർജൻസിയിലേക്ക് സംസ്ഥാനം പോകും. അതിനു മുൻപ് തന്നെ ഹൈക്കോടതി ജസ്റ്റിസ് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ചീഫ് സെക്രട്ടറി, അതായത് KTDFCയുടെ കടത്തിന്റെ ഗ്യാരണ്ടറാണ് ഗവൺമെന്റ്. അവർക്ക് പിന്നെ അവരുടെ ഡെപ്പോസിറ്റ്സ് KTDFCയിൽ ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് അവരുടെ ഡെപ്പോസിറ്റ് മണി അതിന്റെ പലിശ സഹിതം തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് ഡെപ്പോസിറ്റേഴ്സ് വന്നപ്പോൾ കോടതിയെ എത്തിയപ്പോഴാണ് കോടതി ചീഫ് സെക്രട്ടറിയെ വിളിക്കുന്നത്. അപ്പൊ ചീഫ് സെക്രട്ടറി തന്നെ കോടതിയുടെ മുൻപിൽ പറഞ്ഞു, നിത്യനിദാന ചെലവുകൾ പോലും പണമില്ലാത്ത അവസ്ഥയാണ് സംസ്ഥാന ഗവൺമെന്റിനെന്ന്. അപ്പോൾ കോടതി തന്നെ ചോദിച്ച ചോദ്യം നാം ഓർക്കണം. അപ്പോൾ സംസ്ഥാനം ഒരു ഫിനാൻഷ്യൽ എമർജൻസിയുടെ ഫിനാൻഷ്യൽ എമർജൻസിയിലാണോ എന്ന് കോടതി തന്നെ ചോദിച്ചിരുന്നു. അതാണ് ഇപ്പോ പിന്നെ നിർമ്മല സീതാരാമനും ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം ഒരവസ്ഥയിലാണ് സംസ്ഥാനം എത്തി നിൽക്കുന്നത്. ഇനിയിപ്പോൾ പുതിയ ബജറ്റ് വന്നു. പുതിയ ബജറ്റ് വന്നിട്ടും ഈ പ്രതിസന്ധി തീർന്നില്ല എന്ന് സർക്കാരിന് പറയാൻ പറ്റില്ല. പുതിയ രീതിയിൽ ധനസമാഹരണം നടത്തണം, പ്രതിസന്ധിയിൽ നിന്ന് കരകയറണം. കടം എന്ന് പറഞ്ഞു പോകാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഗവൺമെന്റ് കാണിക്കണം. അതായത് കൂടുതൽ കടം കൊള്ളുന്നത് റവന്യൂ ചെലവിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളതാണ് നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാണിച്ച ഏറ്റവും വലിയ പാതകം. അതായത് ശമ്പളം, പെൻഷൻ, പലിശ ഇത് കൊടുക്കാനാണ് കടം മേടിക്കുന്നതിന്റെ വലിയ ഭാഗവും ചെലവഴിക്കുന്നത്. കടം മേടിക്കുന്നത് എന്തിനായിരിക്കണം? മൂലധന ചെലവിന് വേണ്ടിയായിരിക്കണം. അതായത് സാമൂഹ്യ മൂലധനം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിൽ ചെലവഴിക്കാൻ. അതല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് നമ്മുടെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും വികസിപ്പിക്കുന്നതിന് വേണ്ടിയോ ഈ 2 കാര്യത്തിലും സാമൂഹ്യ ഇൻഫ്രാസ്ട്രക്ചറിനും സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിനും വേണ്ടിയുള്ള മൂലധന ചെലവ് അതിനു വേണ്ടിയാണ് കടം കൊള്ളുന്നത്. പക്ഷെ കേരളത്തിൽ അങ്ങനെ കടം കൊള്ളുന്ന പണം ഒന്നും ആ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ റവന്യൂ കമ്പി നികത്താൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം. ഈ കാര്യത്തിൽ നാം തീർച്ചയായും നിർമ്മല സീതാരാമനെ തന്നെ സപ്പോർട്ട് ചെയ്യണം, കേന്ദ്ര ഗവൺമെന്റിനെ തന്നെ സപ്പോർട്ട് ചെയ്യണം. കാരണം
നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇവിടുത്തെ സാമൂഹ്യ ഇൻഫ്രാസ്ട്രക്ചറിൽ ഫിസിക്കൽ ഭൗതിക ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ സംസ്ഥാനം വികസിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഇവിടുത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടൂ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെട്ടാൽ മാത്രമേ ഇവിടെ വ്യവസായങ്ങൾ വരൂ, ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടൂ. ഇവിടെ ഇപ്പോൾ ഏറ്റവും, അതായത് ഈ സംസ്ഥാനം ഫോം ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കിലാണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇത്ര വലിയ തോതിൽ ബ്രെയിൻ ഡ്രെയിൻ നടന്നുകൊണ്ടിരിക്കുന്നത്.